ചേട്ടാ, ചേട്ടൻ എക്സ് ഉള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എപ്പം? കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കല്യാണത്തിന് മുമ്പ്? കല്യാണത്തിന് മുമ്പ് എപ്പ പറഞ്ഞു? കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ല ഇതിനെ ഞാൻ റാണിയെ പോലെ നോക്കാന്ന്. പറഞ്ഞിട്ടുണ്ട്. ആ റാണിയാണ് എന്റെ എക്സ്. ഭ്രാന്തുള്ളവരുടെ കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരോട് കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ അമ്മച്ചിയെ ഇങ്ങോട്ടയക്കട്ടെ. പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാദോഷമൊന്നുമില്ല. അതെ, ഞാൻ എന്റെ അമ്മച്ചേ കേട്ടാ. എന്താടി അവിടെ ഭർത്താവ് ഗൾഫിലല്ലായിരുന്നോ? വാലന്റൈൻസ് ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറയാതെ കയറി വന്നതാ. അവളെ കാമുകനെ ഒരുമിച്ച് പൊക്കി. ഇവളിത്ര വൃത്തികെട്ട സ്ത്രീയായിരുന്നു. നടപ്പും പത്രാസൊക്കെ ഒന്ന് കാണണ്ട. ഭർത്താവിനെയൊക്കെ ഇങ്ങനെ വഞ്ചിച്ചിട്ട് ഇവക്കൊക്കെ എന്നാ കിട്ടാനാ? കുടുംബത്തേക്ക് വഞ്ചിച്ചിട്ട് എന്ത് കിട്ടാൻ? ഇത് എന്ത് ടൈപ്പ് ആൾക്കാരൊക്കെ ഇത്? അതെ, എന്റെ ഭർത്താവ് വരാൻ സമയായി, നിങ്ങൾ പൊയ്ക്കോ. ഞാനത് പറഞ്ഞു. ഹാപ്പി വാലന്റൈൻസ് ഡേ. ശരി ശരി, പൊയ്ക്കോ. ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? നാണം കെട്ടവനെ. എഴുന്നേക്കടാ സൂര്യനാരായണ, എഴുന്നേക്കടാ പട്ടി. നിനക്കൊരു കാര്യം അറിയോ? പറ. എനിക്കിപ്പോ 30 വയസ്സായി. എങ്ങനെ? 35. കറക്റ്റ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല 40. ഓക്കെ, ഫോളോ മീ. പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം എങ്ങനെ? ഇരുന്നപ്പം പറഞ്ഞു കേൾക്കാം. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ബാക്കിയോ? സീരിയസ് ആയിട്ട് ഒന്നുണ്ടായിരുന്നു. ആരാത്? ലോലം പീപ്പി. ലോലം പീപ്പി അല്ല, ലോലം പീപ്പി. ഈ ലോലം പീപ്പിയുടെ സംസാരിക്കല്ലേ കേട്ടോ. ലോലം പീപ്പി അവളെ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് അവൻ എനിക്കൊരു കൊച്ചു ഊക്കാച്ചി തെങ്ങും തൈയുമായിട്ട് ഇവിടെ വന്നു. അപ്പൊ നീ അവനെ ഓടിച്ചിട്ട് ചവിട്ടി. അതിനുശേഷം അവൻ എന്റെ മുഖത്ത് പോലും നോക്കത്തില്ല, എന്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ ഇച്ചാച്ചി ചവിട്ടാതിരിക്കും അവന്? എന്റെ ഇച്ചാച്ചി നമ്മൾ അച്ഛന്റെ കുഴിമാടത്തിൽ നിന്ന് തൈത്തങ്ങ് വിഴുത് ഇവിടെ കൊണ്ടുവന്ന അല്ല ഇച്ചാച്ചി പറ, ഉമ്മ കൊടുക്കണം ഞാൻ ചോദിച്ചത്. അതിനുശേഷം ഒരൊറ്റ ആമ്പിള്ളാര് എന്റെ ഈ മുഖത്തോട് നോക്കിയിട്ടില്ല. എന്താ കാര്യം? ഏജ് ഓവർ. ആ പാട്ട് ഇന്ന് പലരുടെ അലാം പോലുമാണ്. ആ പാട്ട് നമുക്ക് വേണ്ടി 2 വരി. ആ പാട്ട് വേണ്ടി നമുക്ക് എല്ലാരും പാട്ട് വേണം. സത്യം പറയല്ലോ, ഒന്നാമത് എനിക്ക് കൈകാലം പറയ്ക്കുന്ന ഉള്ള സന്തോഷം പോയി കിട്ടി. ശരി, എന്തായാലും പടം വിടൂല്ല. 2 വരി. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാട കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? ടീച്ചറെ സാറിന് മുമ്പിലേക്ക് തന്നെ കൂടി ഇത് പഠിപ്പിച്ചല്ലോ. നിങ്ങളോടൊന്ന് മനസ്സ് തുറക്കണം, മനസ്സ് തുറക്കണം. വയസ്സാം കാലത്ത് മൂപ്പരോരോരെ കൊണ്ടേ പറയിപ്പിക്കണ്ട. ആർക്കണ്ടി വയസ്സായത്? നിങ്ങക്കെന്നെ ഞമ്മക്കോ? എടി 21ാം വയസ്സിൽ കല്യാണം കഴിച്ചോണ്ട് ഞമ്മക്ക് വലിയ 2 കുട്ടികളുണ്ടായി പോയി. അതുകൊണ്ട് ഞമ്മളങ്ങോട്ട് വയസ്സനാവുക. ഇങ്ങോട്ട് നോക്ക് പത്തോ ഡൈ ചെയ്ത് നടന്നാണ്ടല്ലോ അന്റെ മൂസക്കായനെ പിടിച്ചാ കിട്ടൂല മോളെ കേട്ടോ. ഓ, നമ്മള് റസിയന്റെ ചുരിദാറിട്ടൊന്ന് ഇറങ്ങിയാണ്ടല്ലോ നല്ല ചെത്ത് ചെക്കന്മാരെ നമ്മക്കും കിട്ടൂ. കിട്ടൂ ചെക്കന്മാരെ. ഞാൻ പറയണോണ്ടൊന്നും തോന്നരുത്. ഒന്നാമത് നിങ്ങളുടെ ഭർത്താവിന് എലിജിബിലിറ്റി ഇല്ല. എന്താ സാറേ? എലിജിബിലിറ്റി ഇല്ല. ഇനി ചോദിക്കരുത്. മൂന്നാമത് പറഞ്ഞാൽ തെറ്റും. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാ ഞാനും സാറും തമ്മിൽ തെറ്റും. അതെന്തിനാ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-18 കൊല്ലായി. അതിന്? അതിൽ 6 പിള്ളേരുമായി. അതിന് ഞാനെന്ത് വേണം? ഈ പറഞ്ഞ സാധനം അയാൾക്കില്ലെന്ന് പറഞ്ഞാ ഞാൻ അതങ്ങ് സഹിച്ച്. എന്താണ് ഇവരീ പറയണത്?
ഇത് ഒരു സ്ത്രീയോട് പറയാൻ പറ്റുന്ന വാക്കാണ്. അല്ലേ?